2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി മത്സരിക്കുമോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായി ഉയരുന്നുണ്ട്. ഇനി അഥവാ ജോസ് മത്സരിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ ഏതു നിയോജക മണ്ഡലത്തിൽ നിന്നാകും അദ്ദേഹം ജനവിധി തേടുക എന്ന ആകാംക്ഷ മാണി ഗ്രൂപ്പ് വൃത്തങ്ങളിലടക്കം സജീവവുമാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങളുടെ മുൻപിലാണ് ജോസ് കെ മാണി പാലായിൽ നിന്ന് തന്നെ ഇടതുമുന്നണിയുടെയും പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയാകുമെന്നുള്ള പ്രഖ്യാപനം ആവർത്തിച്ച് നടത്തിയത്. എന്നാൽ ഇത് തള്ളിക്കളയുവാനും അത് സ്ഥിരീകരിക്കാതിരിക്കുവാനുമുള്ള ജോസ് കെ മാണിയുടെ മനോഭാവമാണ് ജോസിന് പാലായിൽ മത്സരിക്കുന്നതിന് വിമുഖതയുണ്ട് എന്ന കൃത്യമായ സൂചന രാഷ്ട്രീയ വൃത്തങ്ങളിലേക്ക് നൽകിയത്. ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോസ് കെ മാണി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ അത് പാലായിൽ നിന്നാവില്ല എന്നതിൻ്റെ കൃത്യമായ സൂചനകളും കേരള കോൺഗ്രസിൻ്റെ നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. 2026 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ മാത്രമാണ് പ്രഖ്യാപിച്ചത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇടുക്കിയിൽ നേരിട്ടെത്തി മന്ത്രി റോഷി അഗസ്റ്റിൻ ആറാമതും ഇടുക്കിയിൽ നിന്ന് തന്നെ ജനവിധി തേടുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് കൃത്യമായ ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ജോസ് കെ മാണി മത്സരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ പാലാ സീറ്റിന് മേൽ റോഷി അഗസ്റ്റിൻ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർട്ടിയിലെ ആദ്യ സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിനെ പ്രഖ്യാപിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി പാലായിൽ നിന്ന് ജോസ് കെ മാണി മത്സരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരായി ആരായിരിക്കും മത്സരിക്കുക എന്ന ചോദ്യം ഇതോടുകൂടി പ്രസക്തമാകുകയാണ്. കേരള കോൺഗ്രസ് അണികൾ പ്രചരിപ്പിച്ചിരുന്നത് രാജ്യസഭയിലേക്ക് 4 വർഷം കൂടി കാലാവധി ബാക്കിയുള്ളതിനാൽ ജോസ് കെ മാണി മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നിഷ ജോസ് കെ മാണിയായിരിക്കും പാലായിൽ അംഗത്തിനിറങ്ങുക എന്നതായിരുന്നു. എന്നാൽ ജോസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോടെ ഭാര്യ നിഷ പാലായിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകൾ അടയുകയാണ്. പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ വിഭാഗം നിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ശക്തമായി നിലകൊള്ളുന്ന സാഹചര്യത്തിൽ ജോസും നിഷയും ഒരുമിച്ച് മത്സരിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക എന്ന തീരുമാനത്തിലേക്ക് കരിങ്ങോഴയ്ക്കൽ കുടുംബാംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് ജോസ് കെ മാണിയോടും നിഷയോടും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി ജോസും നിഷയും മത്സരരംഗത്തില്ലാത്തപ്പോൾ പ്രധാനമായും അവരുടെ വിശ്വസ്തരായിട്ടുള്ള 2 പേരുകളെയാണ് സ്ഥാനാർത്ഥിത്വത്തിനായി പാലായിൽ നിന്ന് ഇവർ പരിഗണിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ലോപ്പസ് മാത്യു ആണ്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ ജോസ് കെ മാണി പാലായിൽ നിന്ന് മത്സരിക്കുമോ എന്ന് ഉറപ്പു പറയുവാൻ കഴിയില്ല എന്ന പ്രതികരണമാണ് ലോപ്പസ് പങ്കുവച്ചത്. പാർട്ടി ചെയർമാൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനായി വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് പ്രവർത്തകരുടെ മുറവിളി ഉയരുന്നുണ്ട് എന്നും ലോപ്പസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി ലോപ്പസ് മാത്യു അല്ലെങ്കിൽ ആരെയാണ് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചാൽ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ബേബി ഉഴുത്തുവാലിൻ്റെ പേരാണ് ഇവിടെ രണ്ടാമതായി പരിഗണനയ്ക്ക് വരുന്നത്. കെ എം മാണിയുടെ വിശ്വസ്തനായിരുന്ന നേതാവായിരുന്നു ബേബി ഉഴുത്തുവാൽ. മാണി മത്സരിച്ചിട്ടുള്ള ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകുവാൻ കെ എം മാണി നിയോഗിച്ചതും ബേബി ഉഴുത്തുവാലിനെ തന്നെയായിരുന്നു. 2019 കെ എം മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടം വരെ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ ജോസ് ടോമിനൊപ്പം ബേബി ഉഴുത്തുവാലിൻ്റെ പേരും ജോസ് കെ മാണി പരിഗണിച്ചിരുന്നു. റോഷി അഗസ്റ്റിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയിട്ടാണ് റോഷിയുടെ രാഷ്ട്രീയ ഗുരുവായി കൂടി വിലയിരുത്തപ്പെടുന്ന ജോസ് ടോമിന് നറുക്കുവീണത് എന്നും ആ ഘട്ടത്തിൽ സംസാരങ്ങൾ ഉയർന്നിരുന്നു. അതിനാൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കാത്തൊരു സാഹചര്യത്തിൽ ലോപ്പസ് മാത്യുവിനോ ബേബി ഉഴുത്തുവാലിനെയോ മത്സരരംഗത്തിറക്കുവാനാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ജോസ് കെ മാണിയോട് അടുത്ത് നിൽക്കുന്ന ആളുകളും ജോസ് കെ മാണിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആലോചിക്കുന്നത് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഉയരുന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. പാലാ അല്ലെങ്കിൽ എവിടെ നിന്നായിരിക്കും ജോസ് കെ മാണിയുടെ മത്സരം എന്ന ചോദ്യമാണ്. നേരത്തെ തന്നെ പാലാ ജോസ് കെ മാണിക്ക് സേഫ് അല്ല എന്നൊരു ആശങ്ക കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ നിലനിന്നിരുന്നു. അതിനാൽ തന്നെ അവർ അവകാശപ്പെട്ടിരുന്നത് പാലായിൽ അല്ലെങ്കിൽ പാർട്ടിക്ക് പാലായേക്കാൾ സംഘടനാ ശക്തിയുള്ള കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിന്നാകും ജോസ് ജനവിധി തേടുക എന്നതാണ്. ഇത് മുന്നിൽ കണ്ട് പാലാ MLA മാണി സി കാപ്പനെ താറടിക്കുവാൻ നടത്തിയ സൈബർ പ്രചരണങ്ങൾ പോലെ തന്നെ കടുത്തുരുത്തി MLA മോൻസ് ജോസഫിനെ ലക്ഷ്യമിട്ടും ജോസ് കേന്ദ്രങ്ങൾ സൈബർ ആക്രമണം ശക്തമാക്കിയിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലായിൽ നിന്ന് ചുവടുമാറി കടുത്തുരുത്തിയിലേക്ക് എത്തിയാലും ജോസിന് വലിയ വിജയസാധ്യതയില്ല എന്ന കൃത്യമായ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വേണ്ടി പാർട്ടി മത്സരിച്ച് പരാജയപ്പെട്ടു പോയ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുക്കുവാനാണ് ജോസ് കെ മാണി ഇപ്പോൾ ആലോചിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥികൾ ഇടതുമുന്നണിക്കായി മത്സരിക്കുകയും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ടു പോവുകയും ചെയ്തിട്ടുള്ള ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകുവാനാണ് ജോസ് ആലോചിക്കുന്നതെന്നും ഈ തീരുമാനത്തിലേക്ക് അദ്ദേഹം ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി സ്ഥാനാർത്ഥിയായിരുന്നത് ഡെന്നിസ് ആൻ്റണി എന്ന നേതാവായിരുന്നു. കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപേയാണ്
അന്ന് ജോസ് വിഭാഗത്തിലേക്ക് ചുവടുമാറിയതും ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചെടുത്തതും. കേവലം 1057 വോട്ടുകൾക്കാണ് ഇപ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ യുവനേതാവ് സനീഷ് കുമാർ ജോസഫിനോട് ഡെന്നിസ് ആൻ്റണി പരാജയപ്പെട്ടത്. ചാലക്കുടി എന്ന് പറയുന്നത് കൃത്യമായ ക്രൈസ്തവ വോട്ട് ബാങ്കിന് സ്വാധീനമുള്ളതും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് ശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതുമായിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. 2011 പുനർനിർണയത്തിന് ശേഷമുള്ള ചാലക്കുടി മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 2011 2016 അവിടെ നിന്ന് വിജയിച്ച് കയറിയത് CPM ആയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 താരതമ്യം ചെയ്യുമ്പോൾ CPM നിലനിർത്തുവാൻ കഴിയാതിരുന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് നിലനിർത്തുവാൻ കഴിയാതെ പോയിട്ടുള്ള അപൂർവം മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ചാലക്കുടി. 2011 2500 വോട്ടുകൾക്ക് ചാലക്കുടിയിൽ നിന്ന് വിജയിച്ചു കയറിയ BD ദേവസി 2016 26,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും KPCC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള TU രാധാകൃഷ്ണനെ അന്ന് പരാജയപ്പെടുത്തിയത്. എന്നാൽ 2021 ശക്തമായ ഇടത് തരംഗത്തിനിടയിലും നിസ്സാര വോട്ടുകൾക്കാണ് ചാലക്കുടി മണ്ഡലം കൈവിട്ടു പോയത്. ഈ സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ CPM അകമഴിഞ്ഞ പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ സഭാ വോട്ടുകളിലേക്ക് കൃത്യമായ കടന്നുകയറ്റം നടത്തിക്കൊണ്ട് ആധികാരികമായ ഒരു ഭൂരിപക്ഷത്തോടു കൂടി ഏറ്റവും പ്രതികൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും തനിക്ക് ചാലക്കുടിയിൽ നിന്ന് വിജയിച്ചു കയറാമെന്നുള്ള വിലയിരുത്തലാണ് ജോസ് കെ മാണി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില സർവേകളും അദ്ദേഹം നിയോഗിച്ച ടീം ചാലക്കുടിയിലടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും സഭാ നേതൃത്വവുമായി ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ അദ്ദേഹം നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നും സഭാ നേതൃത്വം ജോസ് കെ മാണിക്ക് ചാലക്കുടിയിലേക്ക് എത്തിയാൽ പിന്തുണ വാഗ്ദാനം ചെയ്യുമെന്നും അറിയുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അനവധിയായ അനുകൂല സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സീറ്റ് പിടിച്ചെടുക്കുവാൻ പാർട്ടി ചെയർമാൻ തന്നെ എത്തുന്നു എന്നുള്ളൊരു പ്രചരണത്തിൻ്റെ അകമ്പടിയോടുകൂടി ചാലക്കുടിയിലേക്ക് എത്തുവാൻ ജോസ് കെ മാണി തീരുമാനിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ അറിയുവാൻ സാധിക്കുന്നത്. ഇതിന് കൃത്യമായ ചില സൂചനകൾ UDF ക്യാമ്പിന് ലഭിച്ചിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാലായേക്കാളും കടുത്തുരുത്തിയേക്കാളും സേഫ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ചാലക്കുടി എന്ന് വേണമെങ്കിലും വിലയിരുത്താം. കടുത്തുരുത്തിയിലും പാലായിലും നിൽക്കുന്നത് പോലെ ജോസ് കെ മാണി വിരുദ്ധ വോട്ടുകളുടെ സാന്നിധ്യം ചാലക്കുടിയിൽ ഉണ്ടാവില്ല എന്നതാണ് ഏറ്റവും അനുകൂല ഘടകമായി കേരള കോൺഗ്രസ്സുകാർ പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. സനീഷ് കുമാർ ജോസഫിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ വോട്ടർമാർക്കിടയിൽ അത്ര തൃപ്തിയൊന്നും നിലനിൽക്കുന്നില്ല എന്നും കോൺഗ്രസിൽ പോലും അദ്ദേഹം ഒരു സ്റ്റാർ ഫിഗർ അല്ല എന്ന തിരിച്ചറിവും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുവാൻ ജോസ് കെ മാണിയെ പ്രലോഭിപ്പിക്കുന്നുമുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയുവാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്: നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലായിൽ നിന്നോ കടുത്തുരുത്തിയിൽ നിന്നോ മത്സരത്തിനിറങ്ങുവാനുള്ള ഒരു ആത്മവിശ്വാസം ജോസ് കെ മാണിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം ആദ്യമേ പ്രഖ്യാപിക്കുന്നതിന് പകരമായി മറ്റു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ സ്ഥാനാർത്ഥിത്വം സസ്പെൻസായി നിലനിർത്തുവാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നത്. എന്നാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കണമെന്നും അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പാലാ മണ്ഡലം തൻ്റെ പിതാവിൻ്റെ മണ്ഡലം വിജയിച്ചു കയറി ഒരു മധുര പ്രതികാരം നടത്തണമെന്നുമുള്ള ആഗ്രഹവും ജോസ് കെ മാണിക്കുണ്ട്. അതിനുവേണ്ടി ഏറ്റവും അനുയോജ്യമായ സാഹചര്യം വരെ കാത്തു നിൽക്കുക എന്നതും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഒരു MLA ആയി ഏറ്റവും വേഗം തന്നെ പ്രവേശനം ഉറപ്പിക്കുക എന്നുള്ള തന്ത്രവുമായിട്ടാണ് ജോസ് കെ മാണി മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചാലക്കുടി സീറ്റ് സ്ഥാനാർത്ഥിത്വത്തിനായി അദ്ദേഹം പരിഗണിക്കുന്നത്. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.